മേയ്ക്കുക എന്നുള്ള തൊഴിലാണ്. ഞാൻ എൻ്റെ ആടിനെയുമായി എല്ലാ ദിവസം മേയ്ക്കാൻ വേണ്ടി പുറപ്പെടും. അങ്ങനെ ആട് മേയ്ച്ച് തിരിച്ചു വീട്ടിലെത്തിയാൽ ആ ആടിനെ കറന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാല് ആദ്യം എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കും. അതിനുശേഷമേ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുള്ളൂ, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുള്ളൂ. ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കളെ മുമ്പിക്കും. അത് ഞാൻ അവരോട് ചെയ്തിരുന്നത് അദബാണ്, മര്യാദയാണ്. പടച്ചോനെ, അങ്ങനെ ഒരു ദിവസം ഞാൻ ആടുമേച്ചിട്ട് മടങ്ങിയെത്താൻ കുറച്ചു വൈകിപ്പോയി. വീട്ടിലെത്തിയിട്ട് ആടിനെ കറന്ന് പാലുമായി ഞാൻ മുറിയിലേക്ക് വരുമ്പോഴേക്ക് എന്റെ മാതാപിതാക്കള് കിടന്നു ഉറങ്ങിപ്പോയല്ലോ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വേണ്ടി അയാളുടെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന, അതിന് ഇജാബത്തുണ്ട്. ആ ദുആഇനെ തള്ളപ്പെടൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത കാര്യം ഫഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ബിഗാഅ വജ്ഹിക ഫഖ്റുജ് ലനാ ഫുർജ. പടച്ചോനെ, ഞാൻ ഈ ചെയ്ത കാര്യം അത് നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ചെയ്തതാണ്. വേറൊരാളെയും ബോധിപ്പിക്കാൻ ചെയ്ത കാര്യമല്ല, നാട്ടുകാരെ ബോധിപ്പിക്കാൻ ചെയ്തതല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. മറിച്ച് പടച്ചോനെ, നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത അമലിന്, നിഷ്കളങ്കമായി ചെയ്ത അമലിന് നിന്റെ അടുക്കൽ വല്ല സ്ഥാനവുമുണ്ടെങ്കിൽ ഞങ്ങളകപ്പെട്ടിരിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതി തരണയല്ല, മോചനം തരണയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഫാത്തിഹയുടെ മഹത്വം ആദ്യം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി മാലികി യൗമിദ്ദീൻ എന്നു വരെയുള്ള 4 ആയത്തുകളുടെ വിശാലമായ ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിനെ കുറിച്ചാണ്. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ഇലാഹ് എന്ന നിലയ്ക്ക്, അല്ലാഹു എന്ന നിലയ്ക്ക് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നതാണ് ആ വചനത്തിന്റെ അർത്ഥം. ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആശയം, കഴിഞ്ഞ 4 ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രയോഗത്തിൽ ഒരു മാറ്റം ഈ ആയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു ചുവടുമാറ്റം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ് ആ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അർ-റഹ്മാനിർ റഹീം, റഹ്മാനായ റഹീമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് വിശദീകരിച്ച് മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയാണ് ആ അള്ളാഹു എന്ന് പറഞ്ഞ് ഈ 4 ആയത്തുകളിൽ അഭാവത്തിലുള്ള ഒരു ആൾ എന്ന നിലയിലാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ നേരെ മുന്നിലുള്ള ഒരാൾ എന്ന നിലയ്ക്കല്ല, മറിച്ച് വിദൂരതയിലുള്ള നമ്മുടെ അഭാവത്തിലുള്ള ഒരു ആൾ എന്ന നിലയ്ക്കാണ് ബിസ്മി മുതൽ മാലികി യൗമിദ്ദീൻ എന്നതുവരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിനെ നാം പരിചയപ്പെടുന്നത് എങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ ആയത്ത് എത്തുമ്പോ നേരെ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നേർക്കുനേരെ അള്ളാഹുവുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുന്ന രൂപത്തിലേക്ക് പ്രയോഗം മാറുകയാണ്. ഭാഷാ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ അറബി ഭാഷയെക്കുറിച്ച് മനസ്സിലാകുന്ന ഗൈബത്തിൽ നിന്ന് ഖിത്വാബിലേക്ക് തെറ്റുക എന്ന് പറയും. കഴിഞ്ഞ 4 ആയത്തുകളിൽ അവൻ എന്ന് വിശേഷിപ്പിച്ച വിദൂരതയിലുള്ള ഒരു ആള് എന്ന നിലയിൽ അഭിസംബോധന ചെയ്ത അള്ളാഹുവിനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഭാഗമെത്തുമ്പോ നേരെ തന്റെ മുന്നിലുള്ള, തന്റെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന തൊട്ടടുത്തുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മാറ്റം വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. എന്തായിരിക്കും ആ കാരണമെന്നാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സത്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തി ആ അള്ളാഹു നമ്മുടെ തൊട്ടു മുമ്പിലുള്ളതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന കണ്ണുകൊണ്ട്, ഹൃദയത്തിന്റെ കണ്ണിലൂടെ, ഉൾക്കണ്ണിലൂടെ അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പുകഴ്ത്തലിൽ നിന്ന് കാര്യങ്ങൾ എത്തിയത് കൊണ്ടാണ് പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്
നേരെ മുന്നിലുള്ള ഒരാളെ പോലെ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നത്. സത്യത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ, എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിപ്പറഞ്ഞ് സർവലോക രക്ഷിതാവാണ് അള്ളാഹു എന്ന് പറഞ്ഞ് ഈ ലോകത്തുള്ള സർവർക്കും കരുണാ കടാക്ഷങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞ് നാളെ പ്രതിഫല നാളിൽ ചെല്ലുമ്പോ, പ്രതിഫല നാളിലേക്ക് എത്തിച്ചേരുമ്പോ നമ്മുടെ നന്മ തിന്മകൾക്കനുസരിച്ച് നമ്മെ കൈകാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് ബോധ്യപ്പെട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹുവിനെ പുകഴ്ത്തി 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 ആ അള്ളാഹു നമ്മുടെ നേരെ മുന്നിൽ എത്തിയതുപോലുള്ളൊരു അനുഭവം നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് ഖാലിഖായ റാസിഖായ റബ്ബിനെ കാണുന്നത് പോലൊരനുഭവത്തിലേക്ക് നിസ്കാരത്തിൽ നമുക്ക് എത്താൻ കഴിയണം. നിങ്ങൾ കണ്ടില്ലേ, ഒരാളെ കുറിച്ച് നിരന്തരം നമ്മോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരു വ്യക്തിയെ കുറിച്ച് മറ്റൊരാള് നിരന്തരം അയാൾ അങ്ങനെയാണ്, അയാളുടെ രൂപം ഇങ്ങനെയാണ്, അയാളുടെ നടത്തം ഇങ്ങനെയാണ്, അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അയാളുടെ സവിശേഷതകൾ ഇന്നതൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞൊരാളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം നമ്മുടെ മുന്നിൽ വർണ്ണിച്ചാൽ, കുറച്ചു കഴിയുമ്പോ ആ മനുഷ്യൻ നമ്മുടെ നേരെ മുന്നിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മിയിലൂടെ, ഹംദിലൂടെ, അർറഹ്മാനിർ റഹീമിലൂടെ, മാലികി യൗമിദ്ദീനിലൂടെ അല്ലാഹുവിനെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ, അല്ലാഹുവുമായി നല്ല ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ നേരെ മുമ്പിൽ അല്ലാഹു ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് സൃഷ്ടിക്കാൻ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെയൊരു ചിന്തയ്ക്ക് ജന്മം കൊടുക്കാൻ ഫാത്തിഹ ഓതുമ്പോ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥനായ റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഫാത്തിഹയിൽ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതി വരുമ്പോ നേരെ മുന്നിൽ അള്ളാഹു ഉണ്ടെന്ന തോന്നൽ, ആ തോന്നലിൽ നിന്നാണ് അവിടെ പ്രയോഗം മാറുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്ര മനോഹരമാണ് സൂറത്തുൽ ഫാത്തിഹ, എത്ര അർത്ഥവത്തായ വചനങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ, എത്ര പ്രവിശാലമായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മാനസികാവസ്ഥയിലാണ് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഉബാദത്ത് ബിൻ ഉസാമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഫാത്തിഹ ഓതിയാൽ മാത്രമേ നിസ്കാരം ശരിയാകൂ. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ് ഫാത്തിഹ എല്ലാ റക്അത്തിലും ഓതണമെന്ന് പറഞ്ഞത്? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉടലെടുക്കാൻ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് രൂഢമൂലമാവാൻ, അള്ളാഹുവിനെ അകക്കണ്ണുകൊണ്ട് കാണാൻ, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹ്, അള്ളാഹുവിനെ നേരെ മുന്നിൽ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ.
അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഫാത്തിഹയിലൂടെ നമുക്ക് എത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ, നമ്മുടെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും ആ നിലയ്ക്ക് കബൂലാക്കട്ടെ. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വിഷയം, സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആയത്തോതിയിട്ട് ചില ആളുകള് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയും കാഫിറാക്കുന്ന, മുശ്രിക്കാക്കുന്ന ചില സ്വഭാവമുണ്ട് അല്ലെ? നമ്മളൊക്കെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരയെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കണ്ണിറയുന്ന രൂപത്തിൽ, ഹൃദയം നിറയുന്ന രൂപത്തിൽ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ വല്ലാതെ കൊതിക്കുന്നവരാണ്. അങ്ങനെ വിളിച്ചാൽ മുത്തുനബി തങ്ങളത് കേൾക്കുമെന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അതുപോലൊരു പ്രയാസം വരുമ്പോ ബദരീങ്ങളേന്ന് നമ്മൾ മനമുരുകി വിളിക്കാറുണ്ട്, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളേന്ന് നമ്മൾ വിളിക്കാറുണ്ട്, മമ്പുറത്തെ തങ്ങളേന്ന് നമ്മൾ വിളിച്ചു പോകാറുണ്ട്. ആ വിളിക്കുന്ന ആളുകളെ കുറിച്ച്, ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ കുറിച്ച് ചില ആളുകൾ ഈ ആയത്തോതിയിട്ട് അവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുന്ന കൂട്ടരുണ്ട്. നഊദു ബില്ലാഹ്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഞാനതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ ഏതെങ്കിലും ഒരു പൗരാണിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്ത് തവസ്സുല് പറ്റൂല, ഇസ്തിഗാസ പറ്റൂല എന്നതിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണിക്കാൻ അവർക്കാർക്കും കഴിയൂല. ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ചില ആളുകൾ എന്ത് ചെയ്യാണ്? നമ്മെ മുശ്രിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ ശർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരക്കാരായ വിദഅത്തുകാരുടെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ചെറുതാക്കി കാണിക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനെന്ന് വിശേഷിപ്പിക്കുന്നവരാണവർ. മഹാന്മാരുടെ കഴിവുകളെ കുറിച്ച് ചെറുതായി കാണിക്കുന്നവരാണവർ. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാരെയൊക്കെ അവരൊക്കെ പിഴച്ചവരാണ് എന്ന് വാദിക്കുന്നവരാണവർ. അത്തരക്കാരുടെ ശർറിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ആ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പറഞ്ഞാല് ഒരു ദിവസം പറഞ്ഞാലും തീരാൻ കഴിയാത്തത്ര തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇനി സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോ അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തോതുമ്പോ ഒരു ചെറിയ സംശയം കൂടി നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആ സംശയം? ഫാത്തിഹ ഓതുന്നത് ഞാൻ ഒറ്റക്കല്ലേ? നമ്മൾ ഒറ്റക്കല്ലേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത്? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും കൂട്ടമായി നിസ്കരിക്കുമ്പോഴും എപ്പോൾ നിസ്കരിക്കുമ്പോഴും നമ്മൾ ഓതുന്നത് എന്തെന്നാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ഇലാഹ് എന്ന നിലയിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ആരാണ് ഈ ഞങ്ങൾ? ശരിക്കും അവിടെ വരേണ്ടത് ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈൻ എന്നല്ല വരേണ്ടത്. ഞാൻ, അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞാൻ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നല്ലേ അവിടെ വരേണ്ടത്.
പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നഅ്ബുദു എന്ന് വന്നത്? ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സാധാരണഗതിയിൽ നമ്മൾ എന്നൊക്കെ പറയാറുള്ളത് എപ്പോഴാ? നമ്മളെ കുറച്ച് ബഹുമാനാക്കി പറയുക, നമ്മളാരാ സാധനം നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കും അല്ലെ. നമ്മളാരാ മുതലെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ചോദിക്കും. ഞാനാരാന്ന് ചോദിക്കൂല, നമ്മളാരാന്ന് ചോദിക്കും. അതെന്താ? നമ്മൾ സ്വയം തന്നെ നമ്മുടെ ബഹുമാനം പറയുമ്പോഴാണ് നമ്മൾ ഞങ്ങൾ എന്നൊക്കെ പറയാറുള്ളത് അല്ലെ. അങ്ങനെ ഒരു പ്രയോഗം സ്വന്തത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഏതാണ്? നമ്മുടെ സ്വന്തം ബഹുമാനം ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറയാം. നമ്മളാരാ സാധനം നിങ്ങൾക്ക് അറിയോ, നമ്മളേതാ മുതലെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ. ആ ചോദ്യം എങ്ങനെയാ? അത് നമ്മുടെ മഹത്വത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ മുന്നിൽ പഞ്ചപുച്ഛ മടക്കി നിന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള നിലയ്ക്ക് പറയാൻ അവിടെ വകുപ്പില്ല. ഞാൻ വലിയ സംഭവമാണ് എന്ന് പറയാൻ, ഞാൻ വലിയ ആളാണെന്ന് പറയാൻ അവിടെ യാതൊരു സാധ്യതയുമില്ല. കാരണം അള്ളാന്റെ മുന്നിലേക്ക് നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമല്ല. നമ്മൾ അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വെറും അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ബഹുമാനത്തിന്റെ പ്രയോഗം വരുന്നില്ല. അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ചിലയിടങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് സ്വന്തം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഇന്നാ, തീർച്ചയായും നാം, നഹ്നു നുഹ്യിൽ മൗതാ, മരണപ്പെട്ടു പോയവരെ നാം ജീവിപ്പിക്കുന്ന ആളാണ്. അവിടെയൊക്കെ അല്ലാഹു തആല ഞാൻ എന്ന് പറയാതെ നാം എന്ന് പറഞ്ഞു, നമ്മൾ എന്ന് പറഞ്ഞു. അതെന്താ? അത് അള്ളാന്റെ ബഹുമാനത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ വ്യക്താക്കി കൊടുക്കാൻ വേണ്ടി പറയാ. അതുപോലെ പടച്ചവന്റെ മുന്നിൽ പോയി അങ്ങോട്ട് പറയാൻ നമ്മളാരുമല്ലല്ലോ. നമ്മൾ യാതൊരു കഴിവുമില്ലാത്ത ഏറ്റവും ദുർബലരായ അള്ളാഹുവിന്റെ അടിമകളാണ്. പിന്നെ ആ നിലയ്ക്ക് എങ്ങനെ അള്ളാഹുവിനോട് പറയാൻ പറ്റും? അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമ ഏറ്റവും കൂടുതൽ താഴേണ്ട സ്ഥലമാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൽ നിന്നിട്ട് നമ്മൾ എന്നൊക്കെ പറഞ്ഞ വലിയ ബഹുമാനത്തോടെ സ്വയം പൊങ്ങാൻ പറ്റൂല. പിന്നെന്തുകൊണ്ടവിടെ നഅ്ബുദു എന്ന് പറഞ്ഞു എന്നതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരണം നൽകുന്നുണ്ട്. വഖദ് ഉജീബ ബിഅന്നൽ മുറാദ മിൻ ദാലികൽ ഇഖ്ബാർ അൻ ജിൻസിൽ ഇബാദ്. അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരായ അടിമകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. പടച്ചോനെ, ഇയ്യാക നഅ്ബുദു, മനുഷ്യരാകുന്ന പാവപ്പെട്ട ഞങ്ങൾ അടിമകൾ നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്. എല്ലാവരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ സ്വയം പറയല്ല, എല്ലാവരെയും കൂട്ടുപിടിക്കുകയാണ്. എന്റെ സ്വന്തം ശരീരം ഇയ്യാക അഅ്ബുദു, ഞാൻ നിന്നെ ആരാധിക്കുന്നു അല്ലാഹ് എന്ന് പറയാൻ മാത്രം എനിക്ക് കഴിയുന്നില്ല. ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയാൻ മാത്രം എനിക്ക് കഴിവില്ല. കാരണം ഞാൻ ഒന്നുമല്ല അള്ളാഹിന്റെ മുന്നില്. അപ്പൊ അങ്ങനെ പറയാൻ നമുക്ക് ത്രാണിയില്ല. അതുകൊണ്ട് പറയാൻ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. നിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ നിന്റെ മുന്നിൽ ഒന്നുമല്ല. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു, മനുഷ്യരാകുന്ന നിന്റെ അടിമകളാകുന്ന ഞങ്ങൾ എല്ലാവരും നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടി ചേർത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് നഅ്ബുദു എന്ന് പ്രയോഗിച്ചത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തില് മഹാനായ അബൂ സഊദ് റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ അതുകൊണ്ട് ആ ബഹുമാനമൊക്കെ ഈ ആയത്ത് ഓതുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫാത്തിഹ പഠിക്കുന്നത്. ഈ ഫാത്തിഹ ഇങ്ങ് പഠിച്ചു കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് നിന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഈ പറയുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം.
അല്ലാഹ് എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഞാൻ എന്നുള്ള ചിന്ത അത് അഹങ്കാരത്തിന്റെ ചിന്തയാണ്. ആ ചിന്തയെ വലിച്ചെറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മളൊന്നുമല്ല എന്നുള്ള തോന്നലിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. ആ നിലക്ക് അല്ലാഹു നമ്മുടെ മനസ്സിനെ മാറ്റിത്തരട്ടെ. ഇനി ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ പ്രധാനമായിട്ടും 2 പോയിന്റുകളാണുള്ളത്, അല്ലെ? ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക എന്നത്, മറ്റൊന്ന് അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹായം തേടുക എന്ന കാര്യം പറഞ്ഞത് ആരാധനയ്ക്ക് ശേഷമാണ്. ആദ്യം പറഞ്ഞത് ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആദ്യം ആരാധന പറഞ്ഞു. ശേഷം പറഞ്ഞു ഇയ്യാക നസ്തഈൻ, ഇലാഹ് എന്ന നിലയിലുള്ള സഹായം തേട്ടം നിന്നോട് മാത്രം ഞങ്ങൾ നടത്തുന്നു. കണ്ടോ? ആദ്യം ആരാധന, പിന്നെ സഹായം തേട്ടം. സത്യത്തില് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പാലിച്ചിരിക്കേണ്ട ഒരു ഗുണം അതിലുണ്ട്. എന്താണത്? എന്ത് കാര്യം നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോഴും സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ചോദിക്കാൻ നമുക്ക് കഴിയണം. ഒരു നല്ല ആരാധനയെ മുന്നിൽ വെച്ചിട്ട്, നല്ലൊരു ഇബാദത്തിനെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആയ്ക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും എന്നുള്ള സൂചനയാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. പാതിരാത്രിക്ക് ശേഷം സുബഹിക്ക് മുമ്പ് എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ്, ആരും നമ്മൾ എഴുന്നേൽക്കുന്നത് അറിഞ്ഞിട്ടില്ല, നമ്മൾ എഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തി നിസ്കാരപ്പാഴയിൽ കയറിയിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൈകളുയർത്തി ദുആ ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിന് ശേഷം നടത്തുന്ന ദുആ വലിയ പ്രതിഫലമുള്ളതാണ്, സ്വീകാര്യോഗ്യമാണ്. കാരണം ഒരു ആരാധനയെ മുന്നിൽ വെച്ചിട്ട് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരോട് മുൻഗാമികളിൽപ്പെട്ട ഒരു 3 ആളുകളുടെ കഥ മുത്തുനബി തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ 3 ആളുകളുടെ പ്രത്യേകത എന്നറിയോ? അവർ 3 പേരും ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നു. അവർ 3 പേരും ആ കാറ്റത്തും മഴയത്തും നനയാതിരിക്കാൻ വേണ്ടി, മറ്റ് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കണ്ട ഒരു ഗുഹയിലേക്ക് കയറി നിൽക്കുന്നു. അവർ കയറി നിൽക്കുന്നു. കാറ്റും മഴയും ശക്തമാവുകയാണ്. ആ കഠിനമായ കാറ്റത്തും മഴയത്തും പെട്ടെന്ന് മുകളിൽ നിന്ന് വലിയൊരു പാറക്കഷ്ണം ഉരുണ്ടുവന്ന് കൃത്യം ആ ഗുഹയുടെ മുഖമങ്ങ് അടച്ചു കളയുന്നു. ഇവർ 3 പേരും ആ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നു. വന്നിട്ട് കൃത്യം ഒരു അടപ്പ് പോലെ, ഒരു കുപ്പി അടയ്ക്കുന്നത് പോലെ ആ ഗുഹയുടെ കവാടം അങ്ങ് അടച്ചു കളഞ്ഞു. ഒരു നിലയ്ക്കും ഇവർക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റുന്നില്ല. ഇവര് 3 പേരും പരമാവധി ശ്രമിച്ചു നോക്കി ആ പാറക്കല്ലിൽ പിടിച്ച് ഏതെങ്കിലും വിധേന അത് തള്ളി മാറ്റാൻ പറ്റുമോ എന്ന് വല്ലാത്ത ശ്രമം നടത്തി. കഴിയുന്നില്ല. അവര് 3 പേര് പിടിച്ചാൽ അനങ്ങുന്ന വലിപ്പമല്ല ആ കല്ലിനുള്ളത്. എന്തു ചെയ്യും? അവരാ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയ കാര്യം വേറൊരാൾക്കും അറിയില്ല. ആരെയെങ്കിലും അറിയിക്കാൻ ഇന്നത്തേതുപോലെ മൊബൈൽ സംവിധാനങ്ങളില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റൂല. സോഷ്യൽ മീഡിയയിൽ ലൈവ് ചെയ്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്തുള്ള ഗുഹയിൽ പെട്ടുപോയി, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ അവരുടെ വകുപ്പില്ല. യാതൊരു മാധ്യമങ്ങളും അവരുടെ മുന്നിലില്ല. വല്ലാത്തൊരു പെടലാണ് അവർ പെട്ടത്. ഒരു നിലയ്ക്കും അവിടെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവർ 3 പേരും കൂടി എന്നാലോചിക്കുന്നു, എന്താണ് നമുക്കിനി ചെയ്യാൻ പറ്റുക? അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു,
നമ്മൾ ഓരോരുത്തരും ചെയ്ത കുറെ സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ ആ കൂട്ടത്തിൽ അവർ ഒരഭിപ്രായത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്താണ് അവരെടുത്ത തീരുമാനം എന്നറിയോ? നമ്മളെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നിഷ്കളങ്കമായി നമ്മൾ ചെയ്തൊരു കർമ്മം, ഒരു അമല്, ആ അമലിനെ നമുക്ക് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പൊ അള്ളാഹു നമ്മെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത ഒരു അമൽ, ആ അമലിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പൊ അള്ളാഹു തആല ഈ പ്രയാസം മാറ്റിത്തരും. ഈ തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുന്നു, ഒന്നാമത്തെ ആള് കുറെ സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നതിന് ശേഷം അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നഹു കാന ലീ വാലിദാനി ശൈഖാനി കബീറാ. അല്ലാഹുവേ, എനിക്ക് പ്രായമായ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അല്ലാഹ്, എനിക്ക് പ്രായമായ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ചെറിയ മക്കളും ഉണ്ടായിരുന്നു. എന്റെ തൊഴിൽ ആട് മേയ്ക്കുക എന്നുള്ള തൊഴിലാണ്. ഞാൻ എന്റെ ആടിനെയുമായി എല്ലാ ദിവസം മേയ്ക്കാൻ വേണ്ടി പുറപ്പെടും. അങ്ങനെ ആട് മേയ്ച്ച് തിരിച്ച് വീട്ടിലെത്തിയാൽ ആ ആടിനെ കറന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാല് ആദ്യം എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കും. അതിനുശേഷമേ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുള്ളൂ, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുള്ളൂ. ആദ്യം ഞാൻ എന്റെ മാതാപിതാക്കളെ മുമ്പിക്കും. അത് ഞാൻ അവരോട് ചെയ്തിരുന്നൊരു അദബാണ്, മര്യാദയാണ്. പടച്ചോനെ, അങ്ങനെ ഒരു ദിവസം ഞാൻ ആടുമേച്ചിട്ട് മടങ്ങിയെത്താൻ കുറച്ചു വൈകിപ്പോയി. വീട്ടിലെത്തിയിട്ട് ആടിനെ കറന്ന് പാലുമായി ഞാൻ മുറിയിലേക്ക് വരുമ്പോഴേക്ക് എന്റെ മാതാപിതാക്കൾ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ലാഹ്, എന്റെ മാതാപിതാക്കൾ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ആ പാലുമായി, ആ പാല് അവരുടെ കാൽച്ചുവട്ടിൽ വെച്ച് അവർ ഉണരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വസ്വിബിയത്തു യതളാഉന ഇൻദ ഖദമയ്യ. പടച്ചോനെ, എന്റെ മക്കൾ എന്റെ കാലിൽ പിടിച്ചുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറിക്കൊണ്ട് എന്നോട് അവരിങ്ങനെ വല്ലാതെ ആവശ്യപ്പെടുന്നുണ്ട്, പാല് തരൂപ്പാ, ഞങ്ങൾക്ക് കുടിക്കാൻ പാല് തരൂ എന്ന് മക്കള് പറയുന്നുണ്ട്. പക്ഷേ ഇത്ര കാലമായി ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാതെ എന്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ പരിഗണിക്കാതെ അവർ ഉണരുന്നതും കാത്തു പ്രതീക്ഷയോടെ ഞാനിരുന്നു. ഈ ചരിത്രത്തിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഇന്ന് മാതാപിതാക്കൾക്ക് പ്രായമെത്തിക്കഴിഞ്ഞാൽ അവരെ പല നിലയ്ക്കും അവഗണിക്കുന്ന മക്കളുള്ള കാലമാണ്. വിശുദ്ധമായ ഖുർആൻ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അടുക്കൽ വെച്ച് വാർദ്ധക്യമെത്തിയാൽ അവരോട് ചേ എന്നൊരു വാക്കുപോലും നിങ്ങൾ പറയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഛേ എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എന്തെല്ലാം ചീത്ത പറയാമോ അതൊക്കെ മാതാപിതാക്കളെ പറയുന്ന മക്കളുള്ള കാലമാണ്.
ഏതെല്ലാം നിലയിൽ അവരെ വേദനിപ്പിക്കാമോ ആ നിലയിലൊക്കെ വേദനിപ്പിക്കുന്ന മക്കളുടെ കാലമാണ്. 2 ദിവസം മുമ്പ് ഞാനൊരു വാർത്ത കാണുകയുണ്ടായി. പ്രിയപ്പെട്ട മാതാവിനെ ഒരു മകൾ ക്രൂരമായി കൊല ചെയ്തു. എന്താണ് കൊല ചെയ്യാനുള്ള കാരണമെന്നറിയോ? ആ മാതാവ് ഗവൺമെന്റ് ജോലിയുള്ള മാതാവാണ്. ആ മാതാവ് മരണപ്പെട്ടാൽ മകൾ എന്ന നിലയ്ക്ക് തനിക്ക് ആ ജോലി കിട്ടും. സർവീസിലായിരിക്കെ അവര് മരണപ്പെട്ടാൽ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ആ ജോലി കിട്ടും, അവരുടെ സമ്പത്തൊക്കെ എനിക്ക് കിട്ടും. ഇത് ചിന്തിച്ചിട്ട് സ്വന്തം മാതാവിനെ കൊന്ന മകളുടെ കാലമാണ്. അങ്ങനെ എത്രയെത്ര ക്രൂരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മാതാപിതാക്കളാണ് കണ്ണുനീര് കൊടുക്കുന്നത്, എത്രയെത്ര മാതാപിതാക്കളാണ് വേദനയോടെ കഴിയുന്നത്. കണ്ണുനീരൊലിപ്പിച്ച് പ്രിയപ്പെട്ട മക്കൾക്കായി, അവരിൽ നിന്നൊരു കരുണയ്ക്കായി, സ്നേഹത്തിനായി കാത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും നമ്മൾ നമ്മുടെ ഉമ്മമാരെ വേദനിപ്പിക്കരുത് കേട്ടോ, വാപ്പമാരെ വേദനിപ്പിക്കരുത് കേട്ടോ, ഭർത്താവിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് കേട്ടോ. എല്ലാവരോടും സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ പെരുമാറാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ചെറുപ്പത്തിൽ എത്ര വാത്സല്യത്തോടെയാണ്, സ്നേഹത്തോടെയാണ് അവര് നമ്മെ പോറ്റി വളർത്തിയത്. നമുക്ക് വേണ്ടി എത്ര ത്യാഗങ്ങളാണ് അവർ ശ്രമിച്ചത്, എത്ര വേദനകളാണ് അവർ അനുഭവിച്ചത്. സുബ്ഹാനല്ലാഹ്. അത് ചിന്തിക്കുന്ന ഒരു മകന്, ഒരു മകൾക്ക് എങ്ങനെയാണ് ഉമ്മയെ വേദനിപ്പിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഉപ്പയെ വേദനിപ്പിക്കാൻ കഴിയുക? ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇവിടെയുള്ള പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഖബർ സ്വർഗീയ ഉദ്യാനങ്ങളാക്കി നീ മാറ്റണേ അല്ലാഹ്. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ദുആ ചെയ്യേണ്ടത്, അവരുടെ പൊരുത്തമല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കണ്ടില്ലേ, ആ ഗുഹയിൽ അകപ്പെട്ടുപോയ 3 ആളുകളിൽ ഒന്നാമൻ അള്ളാഹുവിനോട് പറയാണ്, പടച്ചോനെ, ഞാൻ എല്ലാ ദിവസവും ആ പാല് കറന്നിട്ട് ആദ്യം എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കും, അതിനുശേഷമേ ഞാനത് എന്റെ മക്കൾക്ക് കൊടുക്കൂ, ഞാൻ ഉപയോഗിക്കൂ, അവര് കുടിച്ചിട്ട് എന്റെ മക്കൾ കുടിച്ചാ മതി. ഈ ചിന്ത റബ്ബേ, അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത കാര്യം ഫഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക ബിഗാഅ വജ്ഹിക ഫഖ്റുജ് ലനാ ഫുർജ. പടച്ചോനെ, ഞാൻ ഈ ചെയ്ത കാര്യം അത് നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ചെയ്തതാണ്. വേറൊരാളെയും ബോധിപ്പിക്കാൻ ചെയ്ത കാര്യമല്ല, നാട്ടുകാരെ ബോധിപ്പിക്കാൻ ചെയ്തതല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. മറിച്ച് പടച്ചോനെ, നിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത അമലിന്, നിഷ്കളങ്കമായി ചെയ്ത അമലിന് നിന്റെ അടുക്കൽ വല്ല സ്ഥാനവുമുണ്ടെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതി തരണയല്ല, മോചനം തരണയല്ല. നാമത്താള് മ്പോഴേക്ക് ആ ഗുഹയെ പൂർണ്ണമായി മൂടിയിരുന്ന ആ വലിയ പാറക്കല്ല് അല്പമൊന്ന് നീങ്ങുകയാണ്. അല്പം നീങ്ങി, പക്ഷെ അല്പം നീങ്ങിയിട്ടും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമുള്ള വലിപ്പത്തിൽ അത് നീങ്ങിയിട്ടില്ല. അങ്ങനെ രണ്ടാമൻ അദ്ദേഹം എങ്ങനെ ആലോചിച്ചപ്പോ അദ്ദേഹത്തിന് അടുത്തൊരു കാര്യം കിട്ടി. അദ്ദേഹം ചെയ്തൊരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം പറയാണ്, പടച്ചോനെ, എന്റെ കുടുംബത്തിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി. അവളുടെ ശരീരം എനിക്ക് വഴങ്ങണമെന്ന്, എനിക്ക് വഴങ്ങിത്തരണമെന്ന് ഞാൻ അവളോട് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ നല്ല ഈമാനിന്റെ ഉടമയായിരുന്ന, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന ആ സ്ത്രീ അവൾ ഒരു നിലക്കും അതിന് സമ്മതിച്ചില്ല. ഒരു നിലയ്ക്കും ആ തെറ്റിനവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവൾക്ക് വലിയൊരു വിപത്ത് വരികയാണ്. ആ വിപത്തിൽ നിന്നവൾക്ക് രക്ഷപ്പെടാൻ പണം വേണം.
അവളാണെങ്കിൽ വെറും സാധു കുടുംബത്തിലെ പെണ്ണാണ്. ഞാനാകട്ടെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. അവസാനം നിവൃത്തിയില്ലാതെ അവൾ എന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്കിത്ര പണം ആവശ്യമുണ്ട്, നിങ്ങൾ ആ പണം തന്ന് സഹായിക്കുമോ? ആ പെണ്ണിന് ചോദിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, അതെ, ഞാൻ നിനക്ക് പണം തന്ന് സഹായിക്കാം. പക്ഷേ ഞാൻ ഇത്ര കാലമായി നിന്നെ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഇംഗിതത്തിന് നീ വഴങ്ങിയാൽ, എന്റെ താല്പര്യത്തിന് നീ വഴിപ്പെട്ടാൽ നിനക്ക് ആവശ്യമുള്ള പണം മുഴുവനും ഞാൻ നൽകാം. ഞാൻ അവളോട് വ്യവസ്ഥ വയ്ക്കുകയാണ്. അവളത് സമ്മതിക്കാൻ തയ്യാറായില്ല. പക്ഷേ മറ്റൊരു മാർഗവും അവളുടെ മുന്നിൽ കാണാതെ വന്നപ്പോ, ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും മുന്നിൽ കാണാതെ വന്നപ്പോ, നിർബന്ധമായ സാഹചര്യത്തിൽ അവൾ അവസാനം അത് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ എനിക്ക് എല്ലാ വഴികളും തുറന്നു വരുന്നു. ആ പെൺകുട്ടി അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു. ഫലമ്മാ ഖഅത്തു ബൈന റിജ്ലൈഹാ, അങ്ങനെ വ്യഭിചാരത്തിലേക്ക് ഞാൻ അടുക്കുന്നു. അവളുടെ ശരീരത്തിലേക്ക് ഞാനങ്ങിരുന്നപ്പോ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഞാൻ ആരംഭിക്കാൻ തുടങ്ങിയപ്പോ, അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോ, ആ പെണ്ണന്റെ മുഖത്തു നോക്കി പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ്. ഒരു പറച്ചിലാണ്, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ്, ഓ അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എന്നെന്റെ മുഖത്ത് നോക്കി ഒരു പറച്ചിലെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ പറച്ചില് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, പടച്ചോനെ പേടിയുണ്ടെങ്കിൽ, അല്ലാതെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ആ അഭിമാനത്തെ പിച്ചു ചീന്തരുത്. എന്നെ നിങ്ങൾ പിച്ചു ചീന്താൻ പാടില്ല. ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹനെ പേടിക്കണം എന്നാ പെണ്ണ് പറഞ്ഞപ്പോ, പടച്ചോനെ, എനിക്ക് അവള് വിസമ്മതിച്ചാൽ പോലും അവളെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ ശേഷിയും എനിക്കുണ്ടായിരിക്കെ തന്നെ, എല്ലാ ആരോഗ്യസ്ഥിതിയും എനിക്കുണ്ടായിരിക്കെ തന്നെ, പടച്ചോനെ, നിന്നെ പേടിച്ചിട്ട് ഞാൻ അന്ന് ആ തെറ്റിൽ നിന്ന് പിന്മാറി. അല്ലാഹ്, ഞാൻ അതിലേക്ക് പോകാതെ നിന്നോടുള്ള പേടി കാരണം മാത്രം ഞാൻ അതിൽ നിന്ന് പിന്മാറി. മറ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഖദ് ഫഅൽതു ദാലിക ബിത്തിഗാഅ വജ്ഹിക ഫഖ്റുജ് ലനാ മിൻഹാ. പടച്ചോനെ, ഞാൻ ആ ചെയ്തത് അതിൽ നിന്റെ അടുക്കൽ വല്ല സ്ഥാനവുമുണ്ടെങ്കിൽ, നീ വല്ല താല്പര്യവും ആ ഇബാദത്തിന് ഞാൻ ചെയ്ത ആ കാര്യത്തിന് നീ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, പടച്ചോനെ, ഞങ്ങളെ ഇതിന് രക്ഷപ്പെടുത്തണം. ഇദ്ദേഹം ദുആ ചെയ്തു. അപ്പോഴേക്ക് ആ ഗുഹാമുഖം അല്പം കൂടി തുറക്കുന്നു. ആദ്യം തുറന്നപ്പോ ചെറുതായി വെളിച്ചം ഇങ്ങനെ കാണാൻ കഴിയും, ആകാശം ഇങ്ങനെ കാണാൻ കഴിയും. പക്ഷേ കൈകാലുകളോ അവയവങ്ങളോ ഒന്നും പുറത്തിടാൻ മാത്രമുള്ള വലിപ്പമില്ല. രണ്ടാമത് കുറച്ചുകൂടി നീങ്ങിയപ്പോ അവരുടെ കൈകാലുകളും അതുപോലെ തന്നെ ശരീരത്തിന്റെ കുറഞ്ഞ ഭാഗമൊക്കെ പുറത്തേക്ക് എത്തും. പക്ഷെ പൂർണ്ണമായി പുറത്തേക്ക് എത്താൻ എപ്പോഴും തുറന്നിട്ടില്ല. പൂർണ്ണമായി എപ്പോഴും സൗകര്യം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് മൂന്നാമൻ അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചോനെ, ഞാൻ എന്റെ തോട്ടത്തിൽ ഒരു പണിക്കാരനെ കൂലിക്ക് വിളിച്ചു. ഒരു തൊഴിലാളിയെ, ജോലിക്കാരനെ കൂലി നിശ്ചയിച്ച് ഞാൻ വിളിച്ചു. അയാള് പണിയെടുത്ത് കഴിഞ്ഞപ്പോ അയാൾ നിശ്ചയിച്ച കൂലി ഞാൻ അയാൾക്ക് കൊടുത്തു. പക്ഷേ ആ കൂലി കൊടുത്തപ്പോ അയാള് പറഞ്ഞു, ഇത് പോരാ, എനിക്കിത്രയും കൂലി പോരാ, കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു. അവസാനം അയാള് ആ കൂലി വാങ്ങാതെ എന്റെ കയ്യിലേക്ക് തന്നെ മടക്കി തന്നിട്ട് അയാള് തിരിച്ചുപോയി. അല്ലാഹുവേ, ആ മനുഷ്യൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച അയാളുടെ ഹക്കാകുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലി ഞാൻ പതിയെ പതിയെ വികസിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ കൂലിയിൽ നിന്ന് ഞാൻ ഒരു ചെറിയ മൃഗത്തെ വാങ്ങി.
അതൊരു പശുവിന്, പിന്നീട് ഒരു പശുവിനെ വാങ്ങി, ആടിനെ വാങ്ങി, പശുവിനെ വാങ്ങി, അങ്ങനെ പല പല മൃഗങ്ങളെയും വാങ്ങി. അങ്ങനെ ഒരുപാട് മൃഗങ്ങളായി അതിങ്ങനെ പെറ്റുപെരുകി. ഇപ്പോൾ ആ താഴ്വാരം നിറയെ കാണുന്ന മൃഗങ്ങളാ മനുഷ്യന്റെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇയാള് കുറെ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നത്. മടങ്ങി വന്നിട്ട് ഇയാള് പറഞ്ഞു, എന്റെ ഹക്കവിടെ, ഞാനെന്ന് നിന്റെ മുന്നിൽ തൊഴിലെടുത്തതിന് നീ തന്ന കൂലി, ആ കൂലി ഞാൻ നിനക്ക് തിരിച്ചു തന്നു, അതെനിക്ക് ഇപ്പൊ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ആ കാണുന്ന മൃഗങ്ങളും അതിനെ മേയ്ക്കുന്ന ഇടയന്മാരുമൊക്കെ നിനക്ക് സ്വന്തമാണ് കേട്ടോ. അയാൾ ഒന്നും പറയാതെ അയാളുടേതാന്ന് പറഞ്ഞ സ്വത്തുക്കളുമായി അയാൾ തിരിച്ചുപോയി. അല്ലാഹുവേ, വേണമെങ്കിൽ എനിക്കയാളോട് അയാളന്ന് എത്രയാണോ കൂലി നിശ്ചയിച്ചത് ആ കൂലി മാത്രം കൊടുത്തിട്ട് അയാളെ ഒഴിവാക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. മറിച്ച് ആ പണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുത്തു. പടച്ചോനെ, ഞാൻ ഈ ചെയ്തതിൽ നിന്റെ അടുക്കൽ വല്ല പ്രതിഫലവുമുണ്ടെങ്കിൽ, നിന്റെ അടുക്കൽ വല്ല സ്ഥാനവുമുണ്ടെങ്കിൽ ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മൂന്നാമത്തെ ആള് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഗുഹയുടെ കവാടം പൂർണ്ണമായി തുറക്കുന്നു. അവരെല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്തിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ വിഷമം പറയാം, ഉസ്താദ് ഞാൻ ദൂരം അള്ളാഹിനോട് ദുആയിരുന്നു, എന്തെല്ലാം കാര്യം പടച്ചോട് ചോദിച്ചു, അള്ളാഹു തആല ഇജാബത്ത് തരുന്നില്ല, അതിന് അള്ളാഹു തആല ഉത്തരം തരുന്നില്ല, രോഗം മാറാൻ വേണ്ടി ദൂരം ദുആ ചെയ്തു, ഉത്തരം തരുന്നില്ല, ഇങ്ങനെ വിഷമം പറയും. പക്ഷെ അങ്ങനെ വെറും ദുആ മാത്രം കൊണ്ട് കാര്യമില്ല. ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട ഒരു ഇബാദത്തുമായി കൂടി നമ്മൾ ബന്ധപ്പെടണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കണ്ടോ, ഇബാദത്തിന് ശേഷം സഹായം തേടണം. അതെന്ത് ചെയ്യണം? ഒരു ഖത്തം ഓതിയിട്ട് അള്ളാഹുവിനോട് ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു നോക്ക്. ആത്മാർത്ഥമായി ഓതിയിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിച്ചു നോക്ക്. ഹജ്ജിന് പോയിട്ടില്ലേ, ഉംറയ്ക്ക് പോയിട്ടില്ലേ, 1 ലക്ഷമോ 10 ലക്ഷമോ സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് അത് മുൻനിർത്തിയിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്തു നോക്ക്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സ്വതക്കകൾ കൊടുത്തുകൊണ്ട് ദുആ ചെയ്തു നോക്ക്. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുന്ന തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തി നോക്ക്. ഇങ്ങനെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ് ഈ സംഭവത്തിൽ നിന്നും, ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്വഭാവക്കാരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നൽകട്ടെ. നമ്മുടെ ദുആക്കൊക്കെ അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ഇനി ദുആരക്കുമ്പോ വെറുതെ ദുആരെന്നാ പോരാ. ചില ആളുകളുടെ ദുആവിനെയൊക്കെ നമ്മൾ പേടിക്കണം. ചില ആളുകളുടെ ദുആഇന് വലിയ ഗൗരവമുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അസ്റഅ ദുആഇ ഇജാബതൻ ദഅവത്തു ഗായിബിൻ ലിഗായിബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാൾ വേറൊരാളുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് പെട്ടെന്ന് കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കണം. മനസ്സിലായില്ലേ? രാവിലെ സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേറ്റ് ദുആരക്കുമ്പോ നമ്മുടെ സ്വന്തം കാര്യം മാത്രം, അല്ലാഹ് എന്റെ രോഗം മാറ്റിത്തരണേ, എന്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ, എനിക്ക് സമ്പത്ത് തരണേ, എന്റെ പ്രയാസങ്ങൾ അകറ്റണേ, അങ്ങനെ സ്വന്തം കാര്യം മാത്രം അല്ലാഹുവിനോട് ചോദിക്കുക, മറ്റുള്ളവരൊക്കെ മറക്കുക. അങ്ങനെ പാടില്ല. പിന്നെന്ത് വേണം? മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതലായി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. കൂടെ മുട്ടിന് തേങ്ങയിടുന്നത് പോലെ കുറച്ച് നമ്മുടെ കാര്യം. അങ്ങനെയാണ് വെക്കേണ്ടത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ കാര്യം, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മളോട് ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ, നമ്മുടെ അയൽവാസികളുടെ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മോട് ദുആ കൊണ്ടേൽപ്പിച്ച പലരുണ്ടാവുമല്ലോ, അത്തരം ആളുകളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കണം. അതിന്റെ കൂടെ നമ്മുടെ കാര്യം കൂടി പറഞ്ഞു. അപ്പൊ എന്തായി? പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നു. ഞാൻ പറഞ്ഞല്ലാട്ടോ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരീക്ഷിച്ചു നോക്ക്. അള്ളാഹു റസൂൽ അങ്ങനെ വെറുതെ ഒന്നും പറയൂലല്ലോ.
വെള്ളിയാഴ്ച ഞാൻ ജുമായ്ക്ക് ഇവിടെ പ്രസംഗിച്ചു. മുത്തുനബി തങ്ങളുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം. ആ പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അള്ളാന്റെ റസൂല പറഞ്ഞത് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഇജാബത്ത് പെട്ടെന്ന് കിട്ടാൻ കാരണമാകും. കാരണം എന്താ? ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഞാൻ ദ്വാ ചെയ്യുമ്പോ എന്താ, ഞാൻ അവർക്ക് വേണ്ടി ദ്വാരക്കുണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ, കണ്ടോട്ടെ, കേട്ടോട്ടെ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുമല്ലോ. നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴോ, അപ്പൊ പിന്നെ അവിടെ ഇഖ്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ ഭൗതികമായ ഒരു നേട്ടം നമുക്കില്ല. അതാണ് ആ രണ്ട് ദ്വാ തമ്മിലുള്ള വ്യത്യാസം. ഒത്തിരി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ദഅവത്തുൽ മുസ്ലിമി ലിൽ മുസ്ലിമി ഫീ ലഹ്റിൽ ഗൈബി മുസ്തജാബത്തുൻ ലാ മറദ്ദ ലഹാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വേണ്ടി അയാളുടെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന, അതിന് ഇജാബത്തുണ്ട്. ആ ദുആഇനെ തള്ളപ്പെടൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ മുന്നിലില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. തഹജ്ജുദിന് ശേഷമുള്ള ദുആയിൽ, അല്ലെങ്കിൽ ദുആ നിസ്കരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ദുആയിൽ, ഇശാ കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ദുആയിലൊക്കെ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തണം. കൂടെ നമ്മുടെ കാര്യങ്ങളും കൂടി പറയണം. അങ്ങനെയാകണം നമ്മളുടെ പ്രാർത്ഥന. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. വിശ്വാസികളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. والذين يقولون من بعدهم يقولون ربنا والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങളുടെ മുൻഗാമികളായ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെയാണ് മുൻഗാമികളുടെ ദുആ. ഇങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികളുടെ ദുആ. എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അത്തരം ദുആയായി നമ്മുടെ ദുആ മാറണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില പ്രാർത്ഥനകൾ നമ്മൾ കരുതിയിരിക്കണം. സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3 പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ഉറപ്പാണ്. ലാ ശക്ക ഫീഹാ, അതിൽ യാതൊരു സംശയമില്ല. 3 ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ. ആരാ ഒന്നാമത്തെ ആള്? ദഅവത്തുൽ മൗലൂം. ദഅവത്തുൽ മൗലൂം, മർദിതന്റെ, പീഡിതന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിന്റെ പ്രശ്നം വരുമ്പോ അയാളുടെ സ്വത്താണ്, അയാൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു 1/2 ഇഞ്ച് കയറ്റിവെച്ച് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ 1/2 അടി കയറ്റിവെച്ച് നമ്മൾ എടുത്തു. അയാൾക്ക് സ്വാധീനമില്ല, നമുക്ക് സ്വാധീനമുണ്ട്. അയാൾക്ക് ജനങ്ങളുടെ മുന്നിൽ വലിയ സ്ഥാനമില്ല, നമ്മൾ വലിയ സ്ഥാനമുള്ളവനാണ്. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച്, നമ്മുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ച്, നമ്മുടെ പവർ ഉപയോഗിച്ച് മറ്റൊരാളെ ആ വിധത്തിൽ വേദനിപ്പിച്ചാൽ അവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ പേടിക്കണം കേട്ടോ. ദഅവത്തുൽ മൗലൂമി മുസ്തജാബ. മർദ്ദിതന്റെ, പീഡിതന്റെ പ്രാർത്ഥന ഇജാബത്ത് ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയാൻ. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ ആ രൂപത്തിൽ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അവരെങ്ങാനും നമുക്കെതിരെ പ്രാർത്ഥിച്ചു പോയാൽ പെട്ടെന്ന് ആ പ്രാർത്ഥന ഫലിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത് പ്രാർത്ഥന സ്വീകരിക്കുന്ന വിഭാഗം ഏതാ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. യാത്രക്കാരന്റെ പ്രാർത്ഥന.
അല്ലെ? അതുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്ന ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരോട് മാത്രമല്ലല്ലോ ദുആക്ക് വസിയ്യത്ത് ചെയ്യേണ്ടത്. എല്ലാ ഹലാലായ യാത്ര പുറപ്പെടുന്ന ആളുകളോടും ദുആക്ക് വസിയ്യത്ത് ചെയ്യാം, അല്ലെ? എല്ലാ ഹലാലായ യാത്ര പുറപ്പെടുന്നവരോടും ദുആക്ക് വസിയ്യത്ത് ചെയ്യാം. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് എന്നാണ്. യാത്ര അദാബിന്റെ ഒരു ഭാഗമാണ്, ഒരു ശിക്ഷയുടെ ഭാഗമാണ് യാത്ര. പല തരത്തിലുള്ള പ്രയാസങ്ങൾ യാത്രയിൽ ഉണ്ടാകും. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന അമലുകളിൽ നിന്നൊക്കെ നമ്മളെ മടി പിടിപ്പിക്കുന്ന, നിസ്കരിക്കാൻ മടി തോന്നിക്കുന്ന, ഖുർആൻ ഓതാൻ മടി തോന്നിക്കുന്ന, മറ്റ് അമലുകൾ ചെയ്യാനൊക്കെ നമുക്ക് മടി തോന്നിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ യാത്രക്കിടയിൽ ഉണ്ടാവും. എന്തുണ്ടായാലും, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാൽ ഇല്ല, ഞാൻ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് ചിന്തിച്ചിട്ട് കൃത്യമായി യാത്രയെ കൊണ്ടുപോയി നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹജ്ജ്, ഉംറ, സിയാറത്ത് യാത്ര മാത്രമൊന്നുമല്ല, ഹലാലായ ഏത് യാത്രക്കാരനും അവന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ യാത്രകളെയൊക്കെ ആക്കി തരട്ടെ, അല്ലെ? അപ്പൊ അതുകൊണ്ട് യാത്രക്കാരുടെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വളരെ ഗൗരവമാണ്, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ദഅവത്തുൽ വാലിദി അലാ വലദിഹി, ദഅവത്തുൽ വാലിദി അലാ വലദിഹി, തന്റെ മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് എതിരായിട്ട് മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന, ഉമ്മാന്റെയും ഉപ്പാന്റെയും പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ നിങ്ങൾ പേടിക്കണം, അതിന് ഇജാബത്തുണ്ട്. ലാ ശക്ക ഫീഹ്, അതിൽ യാതൊരു സംശയവുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഉണ്ടോ, മാതാപിതാക്കളെ അവർ നമുക്കെതിരായി പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അവർ നമുക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞു പോകുന്ന സാഹചര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കരുത്. അവര് ശാപവാക്ക് പറയാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഗതികെട്ടാൽ, അല്ലെ, ഗതികെട്ടാൽ അത്രത്തോളം വിഷമിപ്പിക്കുമ്പോ ഏതൊരു ഉമ്മയും ഉപ്പയും ഒരുപക്ഷെ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകും, അറിയാതെ പ്രാർത്ഥിച്ചു പോകും. പക്ഷെ ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും കേട്ടോ, അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ വെറുപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്കുള്ള ഖാദിയായി നിയോഗിച്ച് മുആദ് ബിൻ ജബൽ തങ്ങൾ പോകാൻ വേണ്ടി യാത്ര പറയാൻ മുത്തുനബി തങ്ങളുടെ മുന്നിലെത്തിയപ്പോ അള്ളാന്റെ റസൂല് ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഉപദേശം നൽകി. എന്താ ഉപദേശം എന്നറിയോ? ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മോനെ, നീ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം കേട്ടോ. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അത്തരക്കാരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെയും അത്തരക്കാരുടെയും പ്രാർത്ഥനയ്ക്കിടയിൽ മറയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഇത്തഖീ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. ആ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പ്രത്യക്ഷത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമല്ല, കൈകൊണ്ട് ഉപദ്രവിക്കൽ മാത്രമല്ല, അതുപോലെ തന്നെ കൈകൊണ്ട് ഉപദ്രവിക്കൽ മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഏൽപ്പിക്കൽ മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തൽ മാത്രമല്ല, വഞ്ചന നടത്തൽ മാത്രമല്ല, ഇന്ന് വല്ലാതെ അധികരിച്ചു വരുന്നൊരു വിപത്തുണ്ട് കേട്ടോ. ഏതെങ്കിലും കുടുംബത്തോടൊരു ദേഷ്യം തോന്നിയാൽ, അതല്ലെങ്കിൽ അസൂയ തോന്നിയാൽ, പക തോന്നിയാൽ, ആ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ തക്കവണ്ണമുള്ള മാരകമായ സിഹർ ചെയ്യുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. മാരകമായ സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണ്! എങ്ങനെയാണ് അവർക്ക് അതിന് മനസ്സ് തോന്നുക? എങ്ങനെയാണ് ഒരാളെ നശിപ്പിച്ച് കളയാൻ, മാരണപ്പണി ചെയ്യാൻ തോന്നുക? അതിന് വേണ്ടി പണം മുടക്കാൻ എങ്ങനെയാണ് മനസ്സ് വരിക? സിഹർ ചെയ്തിട്ട് തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാ, അത്തരത്തിലുള്ള എല്ലാ സിഹറുകളെയും നീ ബാക്കിലാക്കണേ അല്ലാ.
അപ്പൊ അള്ളാന്റെ റസൂല് ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം, അതേ ദഅവത്തുൽ മദ്ലൂം. ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അത് പ്രത്യക്ഷത്തിൽ മാത്രമല്ല പരോക്ഷത്തിലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുആ, അതാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇലാഹ് എന്ന നിലയിലുള്ള സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. അതാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് ആയത്തിൽ പറഞ്ഞു തന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആയത്തിന്റെ അർത്ഥങ്ങൾ നന്നായി മനസ്സിലാക്കി, വിശദീകരണങ്ങൾ മനസ്സിലാക്കി, അതിന്റെ അർത്ഥതലങ്ങളുടെ ഉള്ളിലേക്ക് നന്നായി സഞ്ചരിച്ച് അറിഞ്ഞ് ഫാത്തിഹ, ഇനി സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുമ്പോ ഈ വിശദീകരണങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നേർക്ക് നേരെ നിൽക്കുകയാണെന്നുള്ള തോന്നലൊക്കെ നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരണം. ഇത്തരം ക്ലാസ്സുകളൊക്കെ അതിന് പ്രചോദനമായി നമുക്ക് മാറണം. അതോടൊപ്പം തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ കാരണമായി മറ്റൊരാൾക്കും പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിതം മുന്നോട്ട് നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്.